പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാൻ നൽകിയ അപേക്ഷയിൽ കസ്റ്റംസിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വാഹനങ്ങൾ വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നതിൽ കസ്റ്റംസ് നിലപാടെടുക്കും. വാഹനം വിട്ടുകൊടുക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ എന്തുകൊണ്ട് എന്നത് കോടതിയെ അറിയിക്കണം. ദുൽഖറിന്റെ പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകാൻ കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചിരുന്നു. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ ദുൽഖർ സൽമാന് തന്റെ പിടിച്ച വാഹനങ്ങളെല്ലാം വിട്ടു നൽകാൻ എന്ത് കടമ്പയാണ് ഇപ്പോൾ ഈ കസ്റ്റംസ് പറയുന്നത്? മറിച്ചൊരു നിലപാട് ഇക്കാര്യത്തിൽ കസ്റ്റംസ് സ്വീകരിക്കുമോ? സ്വപ്ന, ഇത് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തയ്യാറാകുമോ എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുൽഖറുമായി ബന്ധപ്പെട്ട ആളുകൾ കസ്റ്റംസിനെ സമീപിക്കുകയും ഈ വാഹനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ ദുൽഖറിന്റെ അപേക്ഷയിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വാഹനം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കസ്റ്റംസിന് തീരുമാനമെടുക്കാം. എന്തുകൊണ്ട് വാഹനം വിട്ടുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം. ഈ കാര്യം നേരത്തെ തന്നെ ഈ ദുൽഖറിന്റെ ഹർജി പരിഗണിച്ച കോടതി ഇക്കാര്യം വാഹനങ്ങൾ വിട്ടു നൽകണം എന്നുള്ളൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ വാഹനം വിട്ടു നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് കസ്റ്റംസിനാണെന്നുള്ളതും വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും ദുൽഖറിന്റെ വാഹനം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവന്നതാണ് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കസ്റ്റംസ് എടുത്തിരുന്നത്. ഇന്റലിജൻസ് വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തത് എന്ന കാര്യവും കസ്റ്റംസ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വാഹനത്തിന്റെ രേഖകളെല്ലാം തന്റെ കൈവശം ഉണ്ടെന്നും തന്റെ ഉടമസ്ഥതയിൽ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ വാഹനങ്ങൾ സൂക്ഷിച്ചിരുത്തിയതായിരുന്നു എന്നുമായിരുന്നു ദുൽഖർ സൽമാനേതായാലും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇനി ദുൽഖറിന്റെ ഈ വാദങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം ഏതായാലും കസ്റ്റംസ് ഉടനെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കാൻ ഉള്ളൊരു നിർദ്ദേശവും കൂടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയിരുന്നു.